നമ്മളിന്നൊരു ഫിഷിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മളിന്ന് ടാർഗറ്റ് ചെയ്തേക്കുന്ന മീൻ എന്ന് പറയുന്നത് പുല്ലൻ, തൂളി എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു മീനാണ് കേട്ടോ. 2 ദിവസത്തെ ഫിഷിംഗ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമ്മളങ്ങനെ ചൂണ്ടയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിന്ന് ബെയിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ബോണ്ടയാണ്. ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇന്ന് തീറ്റ അടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാനും അഖിലേട്ടനും കൂടാണ് ഫിഷിങ്ങിന് ഇറങ്ങിക്കുന്നത്. ഫസ്റ്റ് മീൻ അഖിലേട്ടനെ തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അഖിലേട്ടൻ ആ ഒരു തൂളിയെ കരയെ കയറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല സൈസുള്ള ഒരു തൂളി തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ ഷെയ്ഡ്, നല്ല സൈസുള്ള ഒരു തൂളിയായിരുന്നു കേട്ടോ. അത് അവനെ നമ്മൾ പിടിച്ച് നമ്മുടെ നെറ്റിനായിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ മീനെ അഖിലേട്ടൻ തന്നെ അടിച്ച് കയറ്റിട്ടുണ്ട് കേട്ടോ. ഇത് ഇച്ചിരി ചെറിയ തൂളിയായിരുന്നു, എന്നാലും അവനെ നമ്മൾ പിടിച്ച് നമ്മുടെ നെറ്റിൽ ഇട്ടിട്ടുണ്ട്. ഈ ചരുവത്തിൽ കിടക്കുന്ന ഈ 3 മീനുകളെയാണ് നമുക്ക് ഫസ്റ്റ് ഡേയിൽ കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഡേയിൽ നോക്കാം. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡേയിൽ വന്ന് നമ്മുടെ റോഡെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ വേറൊരു ചേട്ടനും ചൂണ്ടയിടാനായിട്ട് വന്നിട്ടുണ്ട്. പുള്ളിയുടെ ചൂണ്ട അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ചേട്ടന്റെ കൈ ചൂണ്ടയിൽ നല്ല സൈസിൽ തൂളി അടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ചേട്ടൻ അതിനെ വലിച്ച് കരയെ കയറ്റിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തൂളി അടിച്ചിട്ടുണ്ട്. ഇവനെ നമ്മൾ പിടിച്ച് നമ്മുടെ നെറ്റിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടുത്ത സെറ്റ് തീറ്റ എറിഞ്ഞിട്ട് നമ്മൾ പിന്നെയും വെയിറ്റിംഗ് ആണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത തൂളി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവൻ കുറച്ചുകൂടെ നല്ല സൈസുള്ളൊരു തൂളിയായിരുന്നു. അങ്ങനെ അവനെ പിടിച്ച് നെറ്റിനകത്തിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും സ്പൈഡർ കാസ്റ്റ് ചെയ്തെങ്കിൽ ഈ ഒരു സ്പൈഡറിൽ അടിച്ചത് ഒരു കക്കയായിരുന്നു കേട്ടോ. ഈ ഒരു കക്കയെ നമ്മൾ അക്വേറിയത്തിൽ കൊണ്ടിടാൻ വേണ്ടി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഓസ്കാർ വന്നത് എന്താണെന്നൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ നമ്മുടെ കക്ക എടുത്ത് അക്വേറിയത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.